കേരളത്തിലെ സർക്കസ്, ക്രിക്കറ്റ് എന്നിവയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തലശ്ശേരിയുടെ തലവരമാറ്റിയ വികസനങ്ങളാണ് ഇനി ഒരുമിച്ച് മുന്നേറിയ പതിറ്റാണ്ടിൽ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവ്-ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന തലശ്ശേരിയിൽ വികസന പദ്ധതികളും ബീച്ച് പോലെ തന്നെ ആകർഷകങ്ങളാണ്. തലശ്ശേരി മണ്ഡലത്തിൽ പൈതൃക സംരക്ഷണത്തിനും ആധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് മുൻഗണന നൽകുന്നത്. തലശ്ശേരിയുടെ ചരിത്രപരമായ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമാണ്. സ്പീക്കർ AN ഷംസീറാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കേരളം ഇന്ന് നേടിയെടുത്ത എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വലിയ പങ്കുവഹിച്ചു എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. കേരളത്തിലെമ്പാടും ഏറ്റവും വലിയ പുരോഗതിയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ളത്. പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് ഈ കിഫ്ബിയിലൂടെയാണ്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപുലമായ പദ്ധതിയായ തലശ്ശേരി പൈതൃക പദ്ധതിയാണ് ഏറ്റവും ശ്രദ്ധേയം. തലശ്ശേരിയുടെ ചരിത്ര സ്മാരകങ്ങളെ കോർത്തിണക്കി വിനോദസഞ്ചാര മേഖല വികസിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഒന്നാം ഘട്ടത്തിനായി ഏകദേശം 40.33 കോടി രൂപ അനുവദിച്ചു. തലശ്ശേരി കോട്ട, കടൽപ്പാലം, ഓടത്തിൽ പള്ളി, ഗുണ്ടർഷ് ബംഗ്ലാവ്, സെയിന്റ് ആഞ്ചലോസ് പള്ളി എന്നിവയുടെ നവീകരണവും സൗന്ദര്യവൽക്കരണവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് ഹൈടെക് സൗകര്യങ്ങൾ ഒരുക്കുന്നു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 5 കോടി രൂപയും, കോടിയേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിനായി 3 കോടി രൂപയും അനുവദിച്ചു. തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ നിരവധി സർക്കാർ വിദ്യാലയങ്ങൾക്ക് 1 കോടി മുതൽ 5 കോടി വരെ ഭൗതിക പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ നേടാൻ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഒരു ഭാഗത്ത് സ്കൂളുകളുടെ ഭൗതിക പശ്ചാത്തലം വികസിക്കുമ്പോൾ തന്നെ ആരോഗ്യമേഖല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. ഏതാണ്ട് 600 കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. അതിൽ 200 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. 400 കോടിയുടെ പുതിയ ക്യാൻസർ ബ്ലോക്കിൻ്റെ, പുതിയ കെട്ടിടത്തിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 400 കോടി വിലമതിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മലബാർ ക്യാൻസർ സെൻറ്റർ ക്യാൻസർ ചികിത്സക്ക് മാറാൻ പോകുമ്പം ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ കിഫ്ബി വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. 600 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മലബാർ ക്യാൻസർ സെൻറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിന് തന്നെ മാതൃകയാകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെന്റർ. 75.18 കോടി രൂപയുടെ പ്രവർത്തനമാണ് നടന്നത്. 600 കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ 200 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പുതിയ ക്യാൻസർ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തലശ്ശേരിയിലെ അമ്മയും കുഞ്ഞും ആശുപത്രി, വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, ആ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിന് വേണ്ടി ജനകീയ മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തപ്പം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 40-ലേറെ കോടി രൂപ കിഫ്ബിയിലൂടെ നാം അനുവദിച്ചു കിട്ടിയത്.
തലശ്ശേരിയിലെ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ വികസനത്തിനായി 40 കോടിയിലേറെ രൂപ അനുവദിച്ചിരുന്നു. റോഡുകൾക്കായും റെയിൽവേ മേൽപ്പാലത്തിനായും തുക വകയിരുത്തിയിട്ടുണ്ട്. 288.47 കോടി രൂപയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. തലശ്ശേരി തിരുവങ്ങാട് ചെമ്പാട് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചതും നേട്ടങ്ങളുടെ പട്ടികയിലുണ്ട്. മറ്റൊന്ന് തലശ്ശേരിയിൽ സൂചിപ്പിക്കാനുള്ളത്, തലശ്ശേരി കോടതി ബൈസെന്റിനറി സെലിബ്രേഷൻ നടത്തിയ കോടതിയാണ്. 200 വർഷം പിന്നിട്ടു. 200 വർഷം പിന്നിട്ട ഹെറിറ്റേജ് കോടതിക്ക് പൈതൃക കോടതി സമുച്ചയം നിർമ്മിക്കാൻ വേണ്ടി കിഫ്ബിയുടെ പണം അനുവദിച്ചു. ഏതാണ്ട് 60 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനും ഉൾനാടൻ ഗതാഗതം സുഗമമാക്കാനും വലിയ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. തലശ്ശേരി കൊടുവള്ളി തലശ്ശേരി കോളേജ് റോഡ് നവീകരണത്തിനായി 15 കോടി രൂപ, തലശ്ശേരി ചൊക്ലി റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചതും നേട്ടമായി. വിവിധ സ്ഥലങ്ങളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾ പൈതൃക സംരക്ഷണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. തലശ്ശേരി കടൽപ്പാലം നവീകരണവും അതിനോടനുബന്ധിച്ചുള്ള വാക്ക്വേ നിർമ്മാണവും വിനോദസഞ്ചാരികളെ വലിയ തോതിൽ ആകർഷിക്കുന്നുണ്ട്. 10 കോടി മുതൽ 600 കോടി രൂപയുടെ വരെ നിർമ്മാണ പ്രവർത്തനം നടന്ന മണ്ഡലമാണ് തലശ്ശേരി. അതോടൊപ്പം ടൂറിസത്തിൻ്റെ മേഖലയിൽ പരിശോധിക്കുമ്പം ഗുണ്ടർട്ട് മ്യൂസിയം നവീകരിച്ചത് കിഫ്ബിയിലൂടെയാണ്. കടൽപ്പാലത്തിൻ്റെ പരിസരം നവീകരിച്ചത് കിഫ്ബിയിലൂടെയാണ്. ഓവർബറീസ് ഫോളി, ഇങ്ങനെ തലശ്ശേരി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 80 കോടിയോളം രൂപയുടെ ടൂറിസം നവീകരണം നടന്നതും ഈ കിഫ്ബിയിലൂടെയാണ്. അപ്പോൾ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമെന്നൊരു ഘട്ടത്തിന് ചിന്തിച്ചു പോയി. കിഫ്ബിയുടെ നേട്ടം ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു അസംബ്ലി മണ്ഡലമാണ് തലശ്ശേരി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായ തലശ്ശേരിയിൽ നടക്കുന്നത് മണ്ഡലം ഇതേവരെ കാണാത്ത വികസന പദ്ധതികളാണ്. വികസന കാര്യത്തിൽ അതിവേഗം മുന്നേറുന്ന തലശ്ശേരി കേരളക്കരയ്ക്ക് അഭിമാനമാവുകയാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം വ്യാപാര സാംസ്കാരിക ഭൂമി കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മടത്തിന്റെ ചരിത്ര ഭൂമിയിലെ വിശേഷങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമെന്ന ഖ്യാതിയിൽ ധർമ്മടം കേരളം ഉറ്റുനോക്കുന്ന പ്രദേശമാണ്. വികസനത്തിന്റെ വിസ്മയങ്ങൾ ചൊരിഞ്ഞ നാളുകളാണ് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ധർമ്മടത്ത് നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്ന നിലയിൽ വലിയ നിക്ഷേപമാണ് ഇവിടെ വിവിധ മേഖലകളിലായി നടക്കുന്നത്.
മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ പ്രധാന റോഡുകളും BM&BC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി വലിയ തുകയാണ് അനുവദിച്ചത്. പിണറായി അഞ്ചരക്കണ്ടി റോഡിന്റെ നവീകരണത്തിനായി ഏകദേശം 33.68 കോടി രൂപയാണ് അനുവദിച്ചത്. മാമലിക്കുന്ന് വേങ്ങാട് റോഡ് നവീകരണത്തിനായി 15.80 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. പെരളശ്ശേരി വേങ്ങാട് മക്കലേരി റോഡിനായി 25 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് തന്നെ മാതൃകയായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പിണറായി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 5 കോടി രൂപ അനുവദിച്ചു. ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ അക്കാദമിക് ബ്ലോക്കുകൾക്കുമായി 21.52 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. വേങ്ങാട് ഗവൺമെന്റ് HSS സ്കൂൾ നവീകരണത്തിനായി 3 കോടി രൂപയാണ് വിനിയോഗിച്ചത്. ആരോഗ്യമേഖലയുടെ മികവിനായും പദ്ധതികൾ ആവിഷ്കരിച്ചു. പിണറായിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രി നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പെരളശ്ശേരി CHC പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിനായുള്ള പ്രത്യേക സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ധർമ്മടം സമഗ്ര കുടിവെള്ള പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനായി 70 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കുന്നതിനുള്ള പ്രത്യേക പമ്പ് ഹൗസുകളുടെ നിർമ്മാണവും നടന്നുവരികയാണ്. മണ്ഡലത്തിൽ മാലിന്യ സംസ്കരണം, പുനരുപയോഗം, ഊർജം എന്നീ മേഖലകളിൽ പുതിയ പ്രോജക്റ്റുകളുടെ സാധ്യതയും തേടുന്നുണ്ട്. ധർമ്മടം മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന തലശ്ശേരി മാഹി ബൈപ്പാസ് ദേശീയപാതാ വികസനത്തിന് അനുബന്ധമായി വരുന്ന സർവീസ് റോഡുകൾക്കും സ്ഥലമേറ്റെടുപ്പ് പ്രക്രിയകൾക്കും വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകിയതും ശ്രദ്ധേയമാണ്. പിണറായി കൺവെൻഷൻ സെന്റർ അത്യാധുനിക സൗകര്യങ്ങളുള്ള കൺവെൻഷൻ സെന്ററാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണത്തിനായി 19.86 കോടി രൂപ അനുവദിച്ചു. കായിക മേഖലയുടെ കുതിപ്പിനായി പെരളശ്ശേരി ഇൻഡോർ സ്റ്റേഡിയത്തിന് 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായി കഴിഞ്ഞു. സാംസ്കാരിക വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി അണ്ടല്ലൂർക്കാവ് പരിസരത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക ഊന്നലും നൽകിയിട്ടുണ്ട്. ധർമ്മടത്തിന്റെ മണ്ണിൽ വികസന വിപ്ലവത്തിന്റെ കാഹളമുയരുമ്പോൾ
ജനസ്വപ്നങ്ങളും പൂവണിയുകയാണ്. കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾക്ക് കാതോർത്തുകൊണ്ട് ധർമ്മടം മുന്നേറ്റം തുടരുകയാണ്.